ഹലോ അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുബൂസിൻ്റെ മാവാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് 1/2 kg മൈദ, ആവശ്യത്തിനുള്ള ഉപ്പ്, മുട്ട, ഈസ്റ്റ് മിക്സ്ചർ ഇവയൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, അപ്പോൾ മുട്ടയുടെ മഞ്ഞ മാത്രം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 ടീസ്പൂൺ ഒലിവ് ഓയിലാണിത്. മുട്ടയുടെ മഞ്ഞ നമുക്ക് ഇതിന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഇളം ചൂടുവെള്ളത്തിൽ തയ്യാറാക്കി വെച്ച ഈസ്റ്റ് മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊറോട്ട മാവിൻ്റെ സെയിം മിക്സ്ചറാണ് ഇതിൽ വരുന്നത്, ഈസ്റ്റ് മാത്രമാണ് ഇതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിതാദ്യമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മുട്ടയൊക്കെ ഉപയോഗിക്കാം. ഞാനിതിപ്പോൾ അര കിലോ മൈദ ആയതുകൊണ്ടാണ് 1 മുട്ട യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 1 കിലോ ഒക്കെ ആണെങ്കിൽ 2 മുട്ട നമുക്കൊന്ന് യൂസ് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിന് ആവശ്യമുള്ള ഉപ്പും വെള്ളവും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി നമുക്ക് കുഴച്ചിട്ടെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് വെറും ഓപ്ഷണലാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പാലുണ്ടാകുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ്നെസ് കിട്ടും. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേഗം സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാവാണിത്. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതൊന്ന് വലിച്ചു നീട്ടി എടുക്കുകയാണെങ്കിൽ കുബൂസിൻ്റെ മാവ് നന്നായി പൊന്തി കിട്ടും. മാവ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. 2 മണിക്കൂർ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം മാത്രമേ പരത്താൻ പാടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ വേണമെങ്കിൽ ചേർക്കാൻ, ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ബൈ.